രാവിലെ തന്നെ ഡോക്ടറെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടോ. ജന്നാ ജൻ ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഡെയിലി ലൈഫ് ഇട്ടിട്ട് അപ്പോൾ ഇൻഫോം ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. രാവിലെ നല്ല മഴയൊക്കെയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ, മഴയൊക്കെ പെയ്തോ? ഇനിയിപ്പോ അങ്ങോട്ട് മഴയൊക്കെ തന്നെയാണല്ലോ. രാവിലെ തന്നെ ഡോക്ടറെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടോ. നമ്മുടെ ചെന്നാക്കി തക്കാളിപ്പനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളാണ്. ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജന്നാമോളെ നേരത്തെ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ജന്നാക്കാണെങ്കിൽ ഇന്നലെ എന്താണെന്നറിയില്ല കേട്ടോ, രാത്രിയാണെങ്കിൽ ഒട്ടും ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ കളിപ്പിച്ചോണ്ട് പറയുമായിരുന്നു, നീ എന്താടി രാത്രി ഉറങ്ങാത്തേന്നും പറഞ്ഞോണ്ടേ. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞ് അവൾ അവിടെ കിടക്കട്ടെ. അങ്ങനെ അടുക്കളയിലേക്ക് എന്നപ്പോഴത്തേക്കും ദേ ഉമ്മച്ചി ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുക്കുമായിരുന്നേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും കട്ട കെട്ടാണ്ടുള്ള രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം തുടക്കാന്ന് വിചാരിച്ചേ. ഇതിപ്പോ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പാച്ചുവിന് ഇന്ന് രാവിലെ മദ്രസ ഒന്നും ഇല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോട്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞു കേട്ടോ. അതല്ലേലും അങ്ങനെയാണല്ലോ അല്ലെ, സ്കൂളും മദ്രസയൊക്കെ ഉള്ള ദിവസങ്ങൾ ഇവര് വൈകി എഴുന്നേക്കുകയും ഇതൊന്നും ഇല്ലാത്ത ദിവസം അവര് നേരത്തെ എഴുന്നേക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ടൈം ആയപ്പോ അവനും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ദേ ഉമ്മച്ചിയുടെ പുട്ടുചുടലും അതുപോലെ തന്നെ ഇന്ന് ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കേട്ടോ ഉമ്മച്ചി. അപ്പൊ ദേ ഇത്രയും വരെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ അപ്പുറത്ത് കിടന്നൊരു കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ദേ ഇത് എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ കരണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ വന്നാലുള്ള ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഏറ്റവും പാടെന്താണെന്നറിയാവോ, ഈ കരണ്ട് പോക്ക് തന്നെയാണെന്നേ. ചൂടാണെങ്കിലോ ഭയങ്കര ചൂടൊന്നും, മഴയാണെങ്കിലോ ഭയങ്കര മഴയെന്നും പറഞ്ഞോണ്ട് പരാതി പറയണല്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എന്ന് ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടാ. അങ്ങനെ ഒരു കണക്കിന് ഇച്ചിരി പാട് കഴിച്ചിട്ടാണെങ്കിലും നമ്മുടെ ജന്നാമോളെ ഞാൻ ഉറക്കിയെടുത്തിട്ടുണ്ട്. മഴയായതുകൊണ്ട് കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ വീണ്ടും നോക്കിയിരുന്ന ഉറങ്ങാൻ പോകാം. അതെ, ഉറങ്ങി എണീറ്റുള്ള വിശേഷങ്ങളായിട്ട് കാണാം അല്ലേ വച്ചു. ഇന്നലെ രാത്രി ഉറക്കം നിന്നത് കൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നേ. ഫായിസ് അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ അപ്പൊ തന്നെ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാനൊരു ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇന്നത്തെ പുട്ടും പയറും പപ്പടവും ഒക്കെ കൂട്ടി ഞാൻ ഒരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ആലിച്ചക്ക പറിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഇന്ന് അത് പഴുത്തൂട്ടാ. അപ്പൊ ആ വാപ്പി അത് രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ഉലിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണെങ്കിൽ ആ കഴിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. അപ്പൊ എന്റെ നോട്ടം മൊത്തം അതിലായിരുന്നു കേട്ടാ. ഇനിയിപ്പോ എന്തായാലും ഞാൻ അതും കൂടി ഒന്ന് കഴിക്കാന്ന് വിചാരിച്ച്. അത്യാവശ്യം ഇത്തിരി പുളിയും ഒക്കെ കൂടി ഉണ്ടായിരുന്നു കേട്ടാ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല തന്നെയായിരുന്നേ. പിന്നെ മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ച സാധനം ചീത്തയാവണ എങ്ങനെയല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചേ അടുക്കളയിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാന്ന്. അപ്പോഴാണ് ഉമ്മച്ചി ദേ ഇവിടെ ഇരുന്ന് മുരിങ്ങേന്റെ ഇല നന്നാക്കണ കണ്ടതേ. ഇന്നിപ്പം മുരിങ്ങത്തോരൻ എന്താണ്ടും വെക്കാന്ന് വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ചിക്കിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ചിക്കാനെടുക്കാനായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നല്ല പാടാണല്ലേ. അപ്പൊ അതൊന്ന് നന്നാക്കി കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി വന്ന സമയം കൊണ്ട് ഉമ്മച്ചി എല്ലാ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാം റെഡിയാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ പാച്ചുവിനെ ഒക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവരിതേ പള്ളിയിലേക്ക് പോകുവാണ് കേട്ടാ. എത്ര നേരം ഇങ്ങനെ കുളിക്കടാ കുളിക്കടാ എന്ന് പറഞ്ഞു നടന്നാലും അവൻ ആ സമയമാവുമ്പോഴേ കുളിക്കുള്ളൂ കേട്ടാ. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പാപ്പിയുടേത് ഞങ്ങൾ ചീത്തയേക്കും. പിന്നെ ഞാൻ ഫുഡൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്കും ആണ് കേട്ടോ നമ്മുടെ ജന്നാമോൾ അവളെ കിടന്ന് കരയണുണ്ടായിരുന്നത്. പിന്നെ അവളെ ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനിരിക്കാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് ഇടക്കുന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും. അവൾ അത്രക്ക് വാശിയായിരിക്കും. പാച്ചുമൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത് ഇപ്പൊ ഞാനാണ് കേട്ടോ. കാരണം ഇവളുടെ അടുത്ത് നിൽക്കാനും ആരെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ ഉമ്മച്ചിനോടൊക്കെ ഞാൻ പറയും അവിടെ കഴിച്ചിട്ട് വന്നിരുന്നോളാൻ പറഞ്ഞോണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആണ് ദേ ഈ ഒരു സംഭവം കൂടി കണ്ടത്. അങ്ങനെ പിന്നെ ഉറുമാമ്പഴമൊക്കെ ഒന്ന് പൊട്ടിച്ച് അതൊക്കെ ദേ ഇന്ന് കഴിക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നല്ല രീതിയിൽ പഴുത്തിട്ടും ഉണ്ടായിരുന്നു, നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒരാൾക്ക് ഇതേ കൊതി വന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടിരുന്നത് തിന്നണതാണ് കേട്ടോ. അപ്പൊ ആൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇടക്കൊക്കെ മഴക്കാറ് വരും പോകും വരും പോകും എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ അകത്തേക്ക് എന്നപ്പോഴാണ് വാപ്പി ഇങ്ങനെ ഒരു സംഭവം ചെയ്യണ കണ്ടത്. എന്തിനാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു. നമ്മുടെ മീൻകുട്ടന്മാരെ പല
പല ബോക്സിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ ഫായിസ് ഇത് കേൾക്കാത്ത വന്നിട്ട് മണലൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. ഇനി പാച്ചി പറയണ ഏതാന്ന് കേട്ടാലാ? ഞങ്ങളുടെ മീൻകുട്ടന്മാർക്ക് ഇല്ലേ നല്ല കളറാവാൻ വേണ്ടിട്ട് അടിയില് നല്ല സെറ്റ് ചെയ്യുക. അങ്ങനെ വാപ്പി വന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ചെന്നാമോളും കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം ഒഴിച്ച് ദേ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ ഒന്ന് പിടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ തൽക്കാലം എല്ലാത്തിനെയും കൂടി ഒരുമിച്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ക്രോസ് ബ്രീഡ് ആയി പോയാലേ പല വെറൈറ്റി ആയി പോവും. അപ്പൊ നമുക്ക് ഈ ഒരു വെറൈറ്റീനെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതുങ്ങളെ ഒന്ന് പിടിച്ച് ഇതിനകത്തേക്ക് ഇടാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വാപ്പിയും പിന്നെ ഫായിസും ഒക്കെ കൂടിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ പിന്നെ നമ്മുടെ വായ വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും നേരത്തെ ഒന്നും മീൻ വളർത്തലിനെ പറ്റി വലിയ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ പാച്ചു ആയിരുന്നു എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാവോ? ഇവനിക്ക് ഒരിടക്ക് ഈ ഒരു മീൻ ഭ്രാന്തായിരുന്നേ. എന്നിട്ട് ഈ മീന്റെ വീഡിയോ ഇരുന്ന് കാണുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടി ഇരുന്ന് കാണും. അങ്ങനെ പഠിച്ചെടുത്തതായിരുന്നു കേട്ടാ. അങ്ങനെ ഓരോ മീനെയും സെപ്പറേറ്റ് ആക്കി ഒരു കൂടിനകത്ത് കെട്ടിയിട്ട് ആ ഒരു വെള്ളമായിട്ട് യോജിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പൊ 2 കൂട്ടം മീനും കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനെയും കൂടി ഒന്ന് മാറ്റണോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഹോം ടൂർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ദേ അവന്റെ ഒരു കാട്ടായം കണ്ടില്ലേ? എന്റെ അനിയൻ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേക്കും കാണിച്ചതാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ആയിട്ട് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അതിനെ അങ്ങോട്ട് റിലീസ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഇത് ഫുൾ ബ്ലാക്ക് എന്നോ അങ്ങനെ എന്താണ് കേട്ടോ ഇതിന്റെ പേര്. പിന്നെയുള്ള മീനുകൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് ആണേതാ പെണ്ണേതാ, ഇതിന്റെ ജോഡി ഏതാ, ഇതിന്റെ പേരെന്താ എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ആയി പോയിട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം സാമ്യമുള്ള ഒരു പെണ്ണിനെയും ഒരു ആണിനെയും ഒരു ജോഡിയായിട്ട് ഓരോ ബക്കറ്റിലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതുങ്ങളെ പിടിക്കാൻ നേരം നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണും കേട്ടോ. വേറൊന്നുമല്ല, ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. നമ്മളാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇതും കൊണ്ട് നടക്കും. അപ്പൊ ദേ ഫായിസും വാപ്പിയും കൂടി വേറെ 2 കൂടി പിടിച്ചിട്ടുണ്ട്. ഇതിനെ കണ്ടോ? ഗോൾഡൻ എന്തോ ആണെന്ന് തോന്നുന്നു അതിന്റെ പേര്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കുമാണ് ഫാഷൻ ഫ്രൂട്ട് ഇരിക്കുന്ന കണ്ടത്. അപ്പൊ പിന്നെ അതും കൂടി പിന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫായിസ് ഞാൻ കുടിക്കണുണ്ടപ്പോഴത്തേക്ക് അവനിക്ക് കൂടി വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.